ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ സാറ്റലൈറ്റ് ഫ്രീക്വൻസി ബാൻഡുകളെ കുറിച്ചിട്ടുള്ള കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വിച്ച് ഫ്രീക്വൻസി ബാൻഡ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ സാറ്റലൈറ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ്? സാറ്റലൈറ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഏത് ഒരു ഫ്രീക്വൻസി ബാൻഡ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്? ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? എൽ ബാൻഡ്, എസ് ബാൻഡ്, സി ബാൻഡ് ആൻഡ് KU ബാൻഡ്. നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. KU ബാൻഡ് ആണ് നമ്മൾ സാറ്റലൈറ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ KU ബാൻഡിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 to 18 GHz ആണ് വരുന്നത്. സാറ്റലൈറ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗിനാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് DTH സർവീസിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൂടുതലായിട്ട് ഒരു ഹൈ ഫ്രീക്വൻസി ഓഫർ ചെയ്യാനായിട്ട് ഈ ഒരു KU ബാൻഡിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, which frequency band is typically used for mobile satellite services? മൊബൈൽ സാറ്റലൈറ്റ് സർവീസസിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ബാൻഡ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എൽ ബാൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതായത് ഫസ്റ്റ് ബാൻഡ് ആയ 1 to 2 GHz ആണ് അതിന്റെ ഫ്രീക്വൻസി വരുന്നത്. ആ ഒരു ബാൻഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊബൈൽ സാറ്റലൈറ്റ് സർവീസുകൾക്കൊക്കെ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. What is the primary use of VHF band in satellite communication? Very high frequency band inde satellite communication ഉള്ളതിന്റെ primary use എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് നോക്കൂ. സാറ്റലൈറ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ്, മൊബൈൽ സാറ്റലൈറ്റ് സർവീസ്, നാവിഗേഷൻ ആൻഡ് മാരിടൈം കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സർവീസ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നാവിഗേഷൻ ആൻഡ് മാരിടൈം കമ്മ്യൂണിക്കേഷൻ ആണ് VHF ബാൻഡിന്റെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത്. VHF ബാൻഡ് എന്ന് പറഞ്ഞാൽ 30 to 300 MHz ആണ് നമുക്ക് ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നാവിഗേഷനും മാരിടൈം കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ VHF ബാൻഡ് യൂസ് ചെയ്യുന്നത്. What is the primary benefit of using C band for satellite communication in tropical regions? അല്ലെ, ട്രോപ്പിക്കൽ റീജിയൻസുകളിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് C ബാൻഡ് യൂസ് ചെയ്യുന്നതിന്റെ പ്രൈമറി ബെനിഫിറ്റ് എന്താണ്? നമുക്കത് എന്താണ്? സി ബാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഒരു റെഡ്യൂസ്ഡ് സസെപ്റ്റിബിലിറ്റി ടു റെയിൻ ഫെയ്ഡ്. അല്ലെ, റെയിൻ ഫെയ്ഡിന് വേണ്ടിയിട്ട് ഒരു റെഡ്യൂസ്ഡ് ആയിട്ട് ഒരു സസെപ്റ്റിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സി ബാൻഡ് ആണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, കാരണം ആ ഒരു ഏരിയയിൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഒരു ഹെവി റെയിൻഫോൾ വരുന്നുണ്ടാകും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ കറക്റ്റ് സിഗ്നൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സി ബാൻഡ് നമ്മൾ അവിടെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, what is the primary advantage of using KU band and for direct to home satellite service television services? KU band DTH satellite television സർവീസുകളിൽ യൂസ് ചെയ്യുന്നതിന്റെ പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഹാസ് സ്മോളർ ഡിഷ് സൈസ് ആൻഡ് ഹയർ ഫ്രീക്വൻസി. അല്ലെ, KU ബാൻഡുകൾക്ക് സ്മോളർ ഡിഷ് സൈസ് ആണ്, സ്മോളർ ആന്റിന സൈസ് ആണ്, അതുപോലെ തന്നെ ഹയർ ഫ്രീക്വൻസി ആണ്. ഏകദേശം നമുക്ക് 12 to 18 GHz ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ KU ബാൻഡ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ഡയറക്ട് ടു ഹോം സാറ്റലൈറ്റ് സർവീസ് ടെലിവിഷൻ സർവീസുകൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാറ്റലൈറ്റ് ഫ്രീക്വൻസി ബാൻഡ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. താങ്ക് യു.